ശശി തരൂരിന് വലിയ വിമർശനവുമായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കുന്നതിന് തുല്യമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ശശി തരൂരിന് വലുത് രാജ്യത്തെക്കാളും പാർട്ടിയെക്കാളും ഒക്കെ വലുത് മോദിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശശി തരൂരിൻ്റെ BJP പ്രവേശനത്തെ വലിയ രീതിയിൽ തുറന്നു കൊടുക്കുന്ന ഒരു വഴിയായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രമാണ് ആദ്യം, പക്ഷേ ചിലർക്ക് മോദി കഴിഞ്ഞേ രാഷ്ട്രമുള്ളൂ എന്നാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോദി സ്തുതിയുമായുള്ള ലേഖനത്തോടെ തരൂരിനെ കൈവിടാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ തരൂരിൻ്റെ ചാട്ടം അങ്ങോട്ട് തന്നെ എന്നുള്ളത് വിലയിരുത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്ന ശശി തരൂരിനെ പൂർണ്ണമായും കൈവിടാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. തരൂരിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നതോടുകൂടിയാണ് കോൺഗ്രസ് പൂർണ്ണമായും തരൂരിനെ ഇതിൽ നിന്നും, അതായത് കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ BJPയിലേക്ക് പോകില്ലെന്ന് പറയുമ്പോഴും തരൂർ അവിടേക്ക് തന്നെ പോകുമെന്ന് വ്യക്തമാണ്. അതേസമയം നിരന്തരം നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന കോൺഗ്രസ് MP ശശി തരൂരിനെ ഇത്തരത്തിൽ പരിഹസിച്ചതിന് വിവിധ കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്ക് രാഷ്ട്രമാണെന്നാൽ ചിലർക്ക് മോദി ഒന്നാമതും രാഷ്ട്രം രണ്ടാമതുമാണ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ CWC അംഗമാക്കിയത്. ഞങ്ങൾക്കും നമ്മുടെ സൈന്യത്തിനും സൈനികർക്കും ഓപ്പറേഷൻ സിന്ദൂറിനും ഒപ്പമാണെന്ന് പ്രതിപക്ഷം മുഴുവനും പറഞ്ഞു. പക്ഷേ ചിലർക്ക് മോദിയാണ് ഒന്നാമത്, എന്ത് ചെയ്യാൻ കഴിയും, ഖാർഗെ പറഞ്ഞു. തിരുവനന്തപുരം MPക്കെതിരെ കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിനും കോൺഗ്രസ് അധ്യക്ഷൻ മറുപടി നൽകി. ആളുകൾ അവർക്ക് തോന്നുന്നത് എഴുതും, അതിലൊന്നും ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഐക്യം ആഗ്രഹിക്കുന്നു, രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ഏകദേശം 34 CWC അംഗങ്ങളും 30 പ്രത്യേക ക്ഷണിതാക്കളുമുണ്ട്. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നു. തരൂർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ഖാർഗെ വ്യക്തമാക്കുന്നു. അതേസമയം മോദി സ്തുതി നിരന്തരം ആവർത്തിക്കുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അമർഷം പുകയുന്നു. തരൂരിനെ കയറൂരി വിടരുതെന്നും മോദി സ്തുതി ഗൗരവമായി കാണണമെന്നും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടതായാണ് സൂചന. ഇതോടെയാണ് തരൂരിനോട് വിശദീകരണം തേടുന്നതിലേക്ക് കോൺഗ്രസ് നീങ്ങിയേക്കുമെന്ന് റിപ്പോർട്ടുള്ളത്. എന്നാൽ അതേക്കുറിച്ച് ഖാർഗെ പ്രതികരിച്ചിരുന്നില്ല. ലേഖനം താൻ BJPയിൽ ചേരാനൊരുങ്ങുന്നതിൻ്റെ സൂചന അല്ലെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശന വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയാണ് മോദിയുടെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും സംബന്ധിച്ച് താൻ പറഞ്ഞതെന്നാണ് തരൂരിൻ്റെ വിശദീകരണം. തരൂർ എഴുതിയ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം, ചലനാത്മകത, ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോള വേദിയിൽ ഇന്ത്യക്ക് സ്വത്തായി തുടരുമെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നയതന്ത്ര ബന്ധം ദൃഢനിശ്ചയത്തിൻ്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റേതുമായിരുന്നുവെന്നും ഇന്ത്യക്ക് വ്യക്തതയോടും ബോധ്യത്തോടും കൂടി അന്താരാഷ്ട്ര വേദികളിൽ ഇതേപ്പറ്റി സംസാരിക്കാൻ കഴിയുമെന്നും തരൂർ കുറിച്ചു. മുൻപ് പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി പനാമയിലെത്തിയപ്പോഴും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നും ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു തരൂർ പറഞ്ഞത്. ശേഷം അമിത്ഷാ ഉയർത്തിവിട്ട ഇംഗ്ലീഷ് ഭാഷാ വിവാദത്തിലും പ്രധാനമന്ത്രി അനുകൂലിച്ച് ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. മോദി ലോക നേതാക്കളോട് ഹിന്ദിയിൽ സംസാരിക്കുന്ന പഴയ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരൂരിൻ്റെ പിന്തുണാ പ്രഖ്യാപനം. തരൂരിന് കോൺഗ്രസ് നേതൃത്വം മുൻപ് താക്കീത് നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ 1971 ഇന്ദിരാഗാന്ധിയുടെയും 2025 നരേന്ദ്രമോദിയുടെ നിലപാടുകളെ താരതമ്യം ചെയ്യരുത് എന്ന തരൂരിൻ്റെ പ്രസ്താവനയിലായിരുന്നു താക്കീത്. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമല്ലിതെന്നും പാർട്ടിയുടെ നിലപാടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ടതെന്നുമായിരുന്നു താക്കീത്. ജയറാം രമേശ്, ഉദിത് രാജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. അതായത് ഇന്നലെ ഞാൻ വാർത്ത വായിക്കുമ്പോൾ കണ്ടായിരുന്നത് പ്രൈം ട്രഷർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശശി തരൂർ വിശേഷിപ്പിച്ചത്. അതായത് പ്രധാന സ്വത്ത്, ഏറ്റവും പ്രഥമമായ സ്വത്ത് എന്നാണ്. അങ്ങനെ മോദിയെ വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാവില്ല അത് മോദി സ്തുതി തന്നെയാണ്. മോദിയോടുള്ള ഒരു ആരാധന ശശി തരൂരിനുണ്ട്. അദ്ദേഹവുമായി ഈ അടുത്ത് ഇടപഴകുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരം തരൂരിന് ലഭിച്ചു. ആ ഒരു രീതിയിലാണ് ആരാണ് മോദി, എന്താണ് മോദി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല, മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല.
കാരണം രാഹുൽ ഗാന്ധിയെ സ്തുതിക്കുന്നതാണല്ലോ കോൺഗ്രസിലെ ഈ ജനറൽ സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ പ്രസിഡന്റ് ആയാലും ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്ന് മാറിയിട്ട് രാജ്യത്തെ സേവിക്കാനായി തരൂർ ഇറങ്ങിയപ്പോൾ കോൺഗ്രസിന് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ നമ്മൾ അതൊന്ന് വിട്ടുകളയുക എന്നുള്ളത് മാത്രമേ ശശി തരൂരിന് കഴിയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ ഈ പ്രവണതയെ വളർത്തിക്കൊണ്ടുപോകാൻ ശശി തരൂരിന് താല്പര്യമില്ല. കാരണം ശശി തരൂർ ഒരു ദേശീയവാദിയാണ്, ദേശത്തെ സ്നേഹിക്കുന്ന ആളാണ്, ദേശത്തോടൊപ്പം നിൽക്കുന്നതാണ്. ഏത് ഘട്ടത്തിലും രാജ്യത്തിനാണ് പ്രഥമ സ്ഥാനമെന്ന് കരുതുന്ന ഒരു നേതാവിന് ഒരിക്കലും ഈ പറയുന്ന ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് മാത്രം നിൽക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടാവണം, ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഐഡിയോളജി ഉണ്ടാവണം, ഒരു ചിന്താ പദ്ധതി ഉണ്ടാവണം. അതൊന്നും ഇല്ലാത്തടത്തോളം കാലം കോൺഗ്രസ്സിന് അകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ശശി തരൂരിന് പ്രവർത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ശശി തരൂരിന് കോൺഗ്രസ് വിടേണ്ടി വരും, സ്വാഭാവികമായും BJPയുടെ ഭാഗമാകേണ്ടി വരും. അത് ചരിത്രപരമായ ഒരു നിയോഗമാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ BJPയുടെ ഭാഗമാകുക എന്നുള്ളത് ദേശീയതയിൽ വിശ്വസിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രൈം അസറ്റായിട്ട് നമുക്ക് തിരിച്ചു വിശേഷിപ്പിക്കാം. ശശി തരൂർ രാജ്യത്തിൻ്റെ പ്രൈം അസറ്റാണ്. അത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ വെറുതെ ഒരു MP മാത്രമാക്കി ഇരുത്താനുള്ളതല്ല. അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അദ്ദേഹം ആ ജോലികളാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം കോൺഗ്രസിനെതിരെ സംസാരിക്കേണ്ടി വരും പലപ്പോഴും രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കേണ്ടി വരും രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും രാഷ്ട്രീയ ബോധ്യവും ഉള്ളതുകൊണ്ട് ശശി തരൂരിന് കോൺഗ്രസിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് തുല്യമായ വാക്കുകളാണ് ഇപ്പോൾ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തേക്കാൾ വലുത് തനിക്ക് മോദിയാണ് എന്നാണ് തരൂർ വിചാരിക്കുന്നത്. അല്ല, രാജ്യത്തെ വലുതായി കണക്കാക്കുന്നത് കൊണ്ടാണ് മോദിയെ പ്രൈം അസറ്റായിട്ട് അദ്ദേഹം കാണുന്നത്. അത് രാജ്യത്തോടുള്ള കൂറാണത്. അപ്പോൾ രാജ്യത്തോടുള്ള ഒരു കൂറില്ലായ്മ കൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും കോൺഗ്രസിനും ഒന്നും മോദി ആരാണെന്നോ രാജ്യം എന്താണെന്നോ മനസ്സിലാകാത്തത് എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തോട് കൂറുള്ളത് കൊണ്ട് തന്നെ ശശി തരൂരിന് ഇനി അധിക കാലം കോൺഗ്രസിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും BJPയിലേക്ക് ശശി തരൂരിന് മാറേണ്ടി വരും. ശശി തരൂരിൻ്റെ വീക്ഷണം ദേശീയ കാഴ്ചപ്പാടാണ്, രാജ്യമാണ് പ്രധാനം, മറ്റെന്തിനേക്കാളും എനിക്ക് എന്തിനേക്കാളും വലുത് എൻ്റെ രാജ്യമാണ് എന്നുള്ളൊരു നിലപാടാണ്, ഇല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ശശി തരൂരിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ളത് ഇവിടെ സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മോദിയെ പറ്റിയിട്ട് കൃത്യമായ പരാമർശം ശശി തരൂർ നടത്തുന്നതും കോൺഗ്രസ്സിന് അത് കണ്ണിൽ പിടിക്കാത്തതും. കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് ശശി തരൂർ ചെയ്തത്. അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ കഴിയും. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്ന, ഇന്ത്യക്കേറ്റ മുറിവിനുള്ള പ്രതികാരം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വിദേശത്തേക്ക് ഒരു സംഘത്തെ അയച്ചപ്പോൾ അതിൽ പ്രധാനിയായി ശശി തരൂരിനെ നിയോഗിച്ചത് അത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിറവേറ്റിയത്. പണ്ട് ഇന്ദിരാഗാന്ധി, നരസിംഹറാവു ഒക്കെ തന്നെ AB വാജ്പേയിയാണ് അയച്ചിരുന്നത്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള AB വാജ്പേയി. ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് പോയില്ല? ഞാൻ പോകാം, രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കാമെന്ന് വിദേശത്ത് പോയി സംസാരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തയ്യാറായില്ല? രാജ്യത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല, സോറോസുമാർക്ക് വേണ്ടി സ്തുതി പാടുന്നതും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനാവുക? ജോർജ് സോറോസിൻ്റെ പണം വാങ്ങിയിട്ട് ജോർജ് സോറോസിന് വേണ്ടി പ്രവർത്തനം നടത്തുന്ന നിരവധി രാജ്യങ്ങൾ ലോകത്തുണ്ട്. രാജ്യങ്ങളെന്നല്ല, രാജ്യത്തെ ചില പാർട്ടികൾ. അതുപോലെ അതെ, യൂനിസെഫ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബംഗ്ലാദേശിലെ യൂനിസ്, അതായത് ഈ ജോർജ് സോറോസിൻ്റെ വളർത്തുപട്ടിയാണ് യൂനിസ് എന്ന് പറയാൻ കഴിയും. അതുപോലൊരു ജന്തുവാണ്, അതായത് വളർത്തുപട്ടിയിൽ ഈ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയെ പോലെയാണ് ജോർജ് സോറോസ് ഈ പറയുന്ന യൂനിസിനെ കാണുന്നത്. അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് നേതാക്കളുണ്ട്. നമ്മളുടെ രാജ്യത്തെ നേതാക്കൾ ജോർജ് സോറോസിൻ്റെ പട്ടിയാവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ആവാതിരിക്കുന്ന ഒരാളാണ് ശശി തരൂർ. അതുകൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.